ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളും കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത ക്ലിപ്പിങ്സാണ്. അപ്പം എന്താ പറയുക, അതിനിടയിൽ ഞാൻ കഴിഞ്ഞ വ്ലോഗ് ഇട്ടുണ്ടായിരുന്നല്ലോ കുറേ മുന്നേ. അതിൽ ഇക്കൻ്റെ പനീനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നമുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്കായും ഉണ്ട്. ഇക്കയുടെ കാര്യങ്ങൾ നോക്കണം, പനി വരാണ്ട് നോക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞു പോയിണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെയായിരുന്നാലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറേ ഡിലേ ആയിട്ടുണ്ട്, പക്ഷെ എന്തായിരുന്നാലും എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ അല്ലേ, അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനത് ഇടണത്. പിന്നെ അതാ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കിച്ചണിൽ ചെയ്യാനുള്ളതിനെ കൊണ്ട് ഞാൻ അവനിങ്ങനെ സ്ക്രോളറിൽ കിടത്തിയിട്ടാണ് കേട്ടോ. ഒന്ന് ഉറക്കം പിടിക്കുന്ന സമയത്തേക്കാണ് പിന്നെ പോയിട്ട് കിടത്തലും ഡ്രസ്സ് ഇടിപ്പിക്കലൊക്കെ. ഞാൻ മഴക്കാലം വെറുതെ പോകാൻ പറ്റില്ല, പഠിച്ചിട്ട് ആണ് പോവുക. സ്കൂളിലൊക്കെ പോയിട്ട് ഒന്നുമില്ല. എന്താ നമ്മൾ മെഡിക്കൽ പോകണം എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് പഠിക്കണം, അതിന് പഠിക്കണം, സ്കൂളിൽ പോകണം. ഓക്കെ, പുതിയ സ്വപ്നം അവന് മെഡിക്കൽ പോകണം. മെഡിക്കൽ മീൻസ് അമേരിക്ക. ഇച്ചുക്ക്, വ്ളാഡാനിക്ക്, പ്ലിപ്പി ഇവരൊക്കെ അമേരിക്കയിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കേട്ടോ അപ്പോൾ അമേരിക്കയിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു ഡ്രീമാണ് അമേരിക്കയിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അവൻ അങ്ങനെ എപ്പോഴാണെങ്കിലും ആ ഒരു ഇതിലാണ് ആൾ നടക്കുന്നത്. പിന്നെ അതാ ഇക്കക്ക് ഇതൊന്നും ഇഡ്ഡലിയൊന്നും വേണ്ട, ഇക്കക്ക് കഞ്ഞി മതി, അതും 2 സ്കൂപ്പ് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതിൽക്കുന്ന് നമ്മൾ മുട്ടയുണ്ടല്ലോ, മുട്ട ഉപ്പേരി എന്ന് പറയും, ഞാൻ ചിക്കി എടുത്തിട്ട് എന്ന് പറയല കേട്ടോ. അപ്പോൾ അതൊന്ന് ആക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ എഗ് ഇങ്ങനെ ചെയ്തിട്ട്. അതും കഴിച്ചിട്ടൊന്നും അങ്ങനെ കഴിക്കണവർക്ക് കഴിയണില്ല, നല്ല പനി വരുമ്പോഴേ. പിന്നെ മരുന്ന് കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഒരു ഇത്തിരി അങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പനിയൊക്കെ നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്തോ ഇപ്പോൾ കുറച്ച് നമ്മളൊരു ഇത് കൊറോണ അല്ലെങ്കിൽ അതിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉള്ള പോലെ തോന്നണു അല്ലേ, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ എന്തായിരുന്നാലും ഇവിടെ വന്നതിന് ശേഷം പനി അങ്ങനത്തെ സമയങ്ങളിലൊക്കെ പിന്നെ ഇക്കാകെ ലോക്കാവ് നാട്ടിലായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെന്നെ വന്നു കഴിഞ്ഞാലും ആള് ആ ഒരു ഡേയിൽ പുറം കാണാണ്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവലില്ല കേട്ടോ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിടത്തത്തുനിന്ന് എണീക്കാൻ പോലും കഴിയണില്ല. അത് എന്താണെന്നറിയാൻ പാടില്ല, പോവാൻ പറ്റണമില്ല, അത്രയും ഇതായിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും, അത്രയും ടയേർഡായിരുന്നു. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം അമ്മ അങ്ങനെ ചെയ്യരുത് എന്ന് പറയും, എന്നോട് ചോദിക്കണ്ടേ, ഞാൻ തരില്ലേ? ആ മമ്മ ഉറക്കിയിട്ട് മമ്മ അറിഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പോൾ അപ്പം കഴിച്ചു പോയത്. ഞാൻ ഇക്കക്ക് കൊടുത്ത കഞ്ഞി ഉണ്ടല്ലോ, ഇക്കത് പകുതി വെച്ചിട്ട് കംപ്ലീറ്റ് പനിയല്ലേ വെയ്യല്ലോ, അതവിടെ വെച്ച് പോയതാണ്. ഓന് ഞാൻ കൊടുത്ത അച്ചാർ അതിലേക്ക് മിക്സ് ചെയ്ത് സ്പൈസി ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് എന്താണ് റൂമിലേക്ക് കേൾക്കുന്നുണ്ട് ഇങ്ങനെ സ്പൂണ് തട്ടണ സൗണ്ട്. അപ്പം ഞാൻ അപ്പൂനെ ഒരുവിധം ബെഡ് കിടത്തിയിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ആളിതാ കഞ്ഞി മടാന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചായ പോലും, ഇക്ക കുടിച്ചൊരു ചായ പോലും ഓന ആ ഒരു ഗ്ലാസ്സിലുള്ള ചായ പോലും ഓൻ കുടിക്കലില്ല. ഓന് ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട്
ഇപ്പൊ ഇക്ക അവിടെ ഒഴിവാക്കി വെച്ച കഞ്ഞി കംപ്ലീറ്റ് കുടിക്കാതെ മാറ്റി വെച്ച കഞ്ഞി എടുത്ത് കുടിക്കണം. ഇതൊരു കോണ്ടാക്റ്റും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇക്ക കഞ്ഞി കുടിക്കാൻ വരുന്ന സമയത്ത് റൂമിന്ന് ഞങ്ങളൊക്കെ റൂമിൽ മാറിയിരുന്നിട്ടൊക്കെയാണ് പോണത്. അപ്പൊ ഞാൻ കഞ്ഞി എന്നെ അങ്ങോട്ട് എടുത്ത് കുടിച്ചു. എന്ത് കഷ്ടായിച്ചു ഈ ചെയ്യണത്. നീച്ചിട്ടുണ്ട് കേട്ടോ, നീച്ചിട്ട് കളി തുടങ്ങി. ചക്കിരമാവ് എമ്പിക്കോടുന്നത്. അപ്പോ നോക്കട്ടെ, ഇതൊക്കെയാണ് ഞങ്ങൾ. അസ്സലാമലൈക്കും, അസ്സലാമലൈക്കും. അപ്പോൾ അതാ അപ്പോൾ എണീറ്റിട്ട് എല്ലായിടും ഒന്നും ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം അവന് ഇക്ക ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പക്ഷെ ഇക്കനെ കാണാനും ഇല്ല. കോള് വിളിക്കുന്നതും ഇക്കൻ്റെ ഫോൺ റിങ് ചെയ്യണതൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇക്കനെ കാണണില്ലല്ലോ. അപ്പം സാധാരണ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ കുറേ സമയത്തിനുള്ളിൻ്റെ മേളിൽ നിന്ന് താഴെ ഇറങ്ങൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തോ പറ്റിയെന്നാവും. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഇച്ചുക്ക് മരുന്ന് കൊടുക്കാമെന്ന് കരുതി. അധികം ലേറ്റ് ആക്കണ്ടല്ലോ, മേ ബി പനി വന്നാലോ എന്നൊക്കെ ഉള്ളൊരു, പിന്നെ ആകെ ടെൻഷനായി. നമുക്ക് ചെറിയൊരു ചൂട് കണ്ടാലും പനി വരികയാണ് അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സിറപ്പ് ഉള്ളത് ഓപ്പൺ ആക്കിയതായിരുന്നു. അപ്പോൾ അത് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു ടാബ്ലറ്റ് ഹാഫാക്കി എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് തേനിൽ ചാലിച്ചിട്ടാട്ടോ ഞാൻ കൊടുക്കൽ. ഈ തേനിൽ കാണുന്നത് ഞാനൊരു 1 month മുന്നേ ഇട്ട് വെച്ചിട്ടുള്ള നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 30 എണ്ണം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ന്യൂ ഇയർ തൊട്ടിട്ട് സ്റ്റാർട്ടാക്കാമെന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അത് ഞാൻ വെയിറ്റ് ലോസ് എന്നുള്ളൊരു സംഭവം അങ്ങനെ ആയിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ പിന്നെ കുറേ റീലും കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടു കുറച്ചൊക്കെ നമ്മളെ ഹെൽത്ത് വൈസ് എല്ലാ കാര്യത്തിനും അടിപൊളിയാണ് എന്നൊക്കെ കേട്ടോ. എനിക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ചിട്ട് അറിയാൻ പാടില്ല. പിന്നെ എൻ്റെ ഉപ്പയൊക്കെ അങ്ങനെ കഴിച്ചിരുന്നു അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും മരുന്ന് അങ്ങനെ കൊടുക്കാമെന്ന് കരുതി. അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ പനി വരും, ഇഞ്ചെക്ട് ചെയ്യും എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്നോട് പറയാതെ ഈ മൂത്രം കഴിക്കാനും അപ്പിടാനും എന്നോട് ചോദിക്കുമല്ലോ. തുപ്പണ്ട, വെള്ളം കുടിച്ചോ. മുട്ട എടുത്തു, അതിന് ഒരു മുട്ട എടുത്തിട്ട് വരട്ടു. മുട്ടയൊക്കെ കഴിഞ്ഞു. പപ്പക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതാ. പിന്നെ അതാ ഈവനിങ് ഒക്കെ ആയപ്പത്തിനും എനിക്കും ചെറുതായിട്ട് ഒരു കരകരപ്പ്, തൊണ്ടയിൽ എന്തോ ഒരു ഇറിറ്റേഷൻ, പെയിനൊന്നുമല്ല, അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ്. പിന്നെ അപ്പൂക്ക് ഉണ്ടാവുമോ എന്നുള്ള എന്തായിരുന്നാലും ഉണ്ടാവും, എന്നാലും നമുക്കൊരു ടെൻഷനാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ അന്നത്തെ പോലെ തന്നെ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് ലായിലൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ആട്ടലാണ് കേട്ടോ. തലയുടെ ഒരു ആട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും കൂടെ. അപ്പോൾ ഈ ചുനിയും അപ്പൂൻ്റെയൊക്കെ കൂടെ കുറച്ച് സമയം അങ്ങനെയൊക്കെ. മുന്നേ ഒന്നും നമ്മൾ നിസ്കാരപ്പായൽക്ക് അങ്ങനെ കുട്ടികളൊന്നും ഇതാകൂല അല്ലേ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളിവിടെ അങ്ങനെ ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഉള്ളിലുണ്ടാവില്ല, ഓരോ ഇതിലില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇച്ചും അപ്പം അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു എന്താ പറയുക, തലവേദനിക്കണം അങ്ങനത്തെ ഓരോ, നമുക്ക് വയ്യെങ്കിൽ പിന്നെ കുട്ടികൾ നമ്മളെ വിട്ടിട്ട് പോവേ ഇല്ല. അങ്ങനെ നമുക്കെല്ലാം ഒരു ഇറിറ്റേഷനായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അപ്പനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും പറയണതോ ചെയ്യണതോ ഒന്നും പിടിക്കൂല കേട്ടോ.
അപ്പം അപ്പത്തേനും കുറുമ്പ് പിടിച്ച്. അപ്പോൾ പിന്നെ എൻ്റെ മടിയിൽ കയറിയിട്ടായിട്ടോ പിന്നത്തെ കേൾക്കലും ചൊല്ലലും അങ്ങനെയൊക്കെ. അങ്ങനെ അതാ ഒന്നാണ് രാത്രിയായി കിട്ടുമ്പോഴത്തേനും എന്തോരം കാല് പിടിക്കണം, സോപ്പിട്ടിട്ട് നിർത്തണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങളും. അപ്പത്തിന് പിന്നെ ഇങ്ങനെ ഇളകും. നല്ല കുറുമ്പനാണ്. പിന്നെ വേറൊരാൾ കൈമാറാനോ വേറൊരാളിനെ കാണാനോ അപ്പോൾ പപ്പയും കൂടെ ഇല്ല. അപ്പോൾ ഒന്നും കൂടെ നമ്മൾക്കൊക്കെ ഓരോരുത്തരും നമ്മളെ ലൈഫിൽ എത്രോരം പ്രയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനത്തേക്ക് ഓരോ സിറ്റുവേഷനിലാണല്ലോ. പൊതുവേ ഇക്ക വരും, എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇവരെ കൂടെ അങ്ങനെ മിങ്കിളാവുന്നുണ്ടെന്ന് എനിക്കങ്ങനെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരൊരു ഇക്ക ബിസി ആവുന്ന സമയത്തുള്ള ഇവരൊരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോഴാണ് ഞാനത് നോട്ട് ചെയ്യല്. ഇക്കയും ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇക്ക വരണോ ഇക്കൻ്റെ കാര്യങ്ങൾ നോക്കണോ അങ്ങനെ പോകണോ അങ്ങനെ ആയിരിക്കും. ഇക്ക ഇവരെ കൂടെ അത്ര അധികം സമയമൊന്നും ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവലുണ്ട്. ഫാമിലി ടൈം കുറവാണ് എന്നൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒന്നെങ്കിൽ ബിസി ആവുക അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലാണ് കുട്ടികളിങ്ങനെ ഇറിറ്റേറ്റഡ് ആവും, പപ്പൻ്റെ അടുത്തിരിക്കാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ. അപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കുക. പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് എത്ര ആയി കഴിഞ്ഞാലും നമ്മളെ കൂടെ ഇല്ല അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലല്ലേ. അങ്ങനെയൊക്കെ എന്തായിരുന്നാലും അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ഒരു വ്ളോഗ് എന്ന് പറയുന്നത് പനി പിടിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഒരു വ്ളോഗായിട്ട്. പനിയൊക്കെ ഒരുവിധം ആയിട്ട് ഇപ്പോഴും അതിൽ നിന്നൊക്കെ ഓക്കെ ആയിട്ട് വരുന്നതിനേ ഉള്ളൂ. അതാണ് ഇത്രയും ഡിലേ വന്നു കഴിഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നും ആയിട്ടൊന്നുമല്ല. പിന്നെ നോർമലി എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു മൂഡും തോന്നലില്ല. പിന്നെ എടുത്ത് വെച്ചതാണല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ